ഈ അടുത്ത് കർണാടക ക്യാബിനറ്റ് പാസ്സാക്കാൻ ശ്രമിച്ച റിസർവേഷൻ ബില്ലിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. പ്രൈവറ്റ് സെക്ടറിലെ ജോലികൾക്ക് ലോക്കൽ റെസിഡൻസിന് സംവരണം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ബില്ല് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച എൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങളാണ് ഈ വീഡിയോ. ഈ ബില്ലിന്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് സംവരണത്തിന്റെ യുക്തി എന്താണെന്ന് ഭരണഘടനാപരമായി വിലയിരുത്താം. അഫർമേറ്റീവ് ആക്ഷന്റെ ഭാഗമായി ഭരണഘടന വിഭാവനം ചെയ്ത ഒരു വ്യവസ്ഥിതിയാണ് സംവരണം. അങ്ങനെയാണെങ്കിൽ എന്താണ് അഫർമേറ്റീവ് ആക്ഷൻ? വർഷങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിവേചനത്തിനിരയായ ഒരു കൂട്ടം ആളുകളെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെയാണ് അഫർമേറ്റീവ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇതിന്റെ പ്രധാന മാനദണ്ഡം നൂറ്റാണ്ടുകളായി നിലനിന്നു പോകുന്ന ഹിന്ദു മതാചാരത്തിന്റെ ഭാഗമായി ഉടലെടുത്ത ജാതി വിവേചനം തന്നെയാണ്. SC, ST, OBC വിഭാഗങ്ങളിലെ ആളുകൾക്ക് സംവരണാവകാശം കൊടുത്തു തുടങ്ങിയതും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ്. അഫർമേറ്റീവ് ആക്ഷന്റെ പ്രധാന ലക്ഷ്യം ഈ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നത് തന്നെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംവരണം ഒരിക്കലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല, അത് ജാതീയതയെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയുമല്ല. മറിച്ച് പ്രാതിനിധ്യമാണ് സംവരണത്തിന്റെ പ്രധാന ലക്ഷ്യം. സംവരണമില്ലാത്ത അവസ്ഥയിൽ അറിഞ്ഞോ അറിയാതെയോ ആളുകൾക്കുണ്ടാകുന്ന ബയസസിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അവസരം നഷ്ടപ്പെടരുത് എന്നുകൂടിയാണ് സംവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2019 പാസാക്കിയ 124ാമത്തെ അമെൻമെന്റ് ബില്ലും അതിനോട് ചേർന്ന് വന്ന EWS വിഭാഗത്തിനുള്ള സംവരണവും ജാതി വിവേചനത്തിന്റെ പരിധിയിൽ വരില്ല എന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കണം. ഇനി സംവരണത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു സംവരണ വിരോധിയല്ല. പ്രത്യേകിച്ച് ജാതി വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണങ്ങൾ നോക്കുമ്പോൾ SC, ST, OBCകൾക്കുള്ള സംവരണാവകാശങ്ങൾ എടുത്തു കളയാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് നേരെയുള്ള വിവേചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. തൊട്ടുകൂടായ്മയിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും സവർണബോധം മനസ്സിൽ വെച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട്. ഒരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി, ജന്മന ഒരു വിഭാഗത്തേക്കാൾ ഞങ്ങൾ കേമന്മാരാണ് എന്ന ചിന്താഗതി പേറി നടക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ജാതി വിവേചനം പൂർണ്ണമായി തുടച്ചു നീക്കാൻ സംവരണമല്ലാതെ മറ്റ് അഫർമേറ്റീവ് ആക്ഷൻസ് കൂടി അനിവാര്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞർ നടത്തുന്ന ഗവേഷണത്തിന്റെ വെളിച്ചത്തിൽ സംവരണാവകാശങ്ങൾ മാറ്റുന്നത് സംവരണം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സഹായിക്കും. എന്നാൽ മാത്രമേ ഭരണഘടനയിൽ പറയുന്ന തുല്യതയും സാമൂഹ്യനീതിയും എല്ലായ്പ്പോഴും നമുക്ക് ജനങ്ങൾക്ക് ഉറപ്പുവരുത്താനാകൂ. സംവരണത്തെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തൽ നടത്തിയ സ്ഥിതിക്ക് നമുക്ക് കർണാടകയിലേക്ക് തിരിച്ചു വരാം. എൻ്റെ അഭിപ്രായത്തിൽ കർണാടക ക്യാബിനറ്റ് റിസർവേഷൻ ബില്ല് ശുദ്ധ അസംബന്ധമാണ്. ഇത് മാത്രമല്ല, ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ദുരുപയോഗം കൂടിയാണ് ഈ ബില്ല്. ആർട്ടിക്കിൾ 16ന്റെ കീഴിൽ വരുന്ന ക്ലോസ് 4 പ്രകാരം പ്രാതിനിധ്യം കുറവാണെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി സംവരണം കൊണ്ടുവരാനുള്ള അവകാശം സ്റ്റേറ്റിനുണ്ട്. ഇവിടെ കർണാടക സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ബില്ലിലൂടെ പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ ലോക്കൽ റെസിഡൻസിന് സംവരണം കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഒരു ലോക്കൽ റെസിഡന്റിനെ അവർ ഡിഫൈൻ ചെയ്യുന്നത് കർണാടകയിൽ ജനിച്ച അല്ലെങ്കിൽ 15 വർഷമായി കർണാടകയിൽ ജീവിക്കുന്ന, കന്നഡ എന്ന വിഷയം സെക്കൻഡറി ലെവലിൽ ലാംഗ്വേജായി പഠിച്ച അല്ലെങ്കിൽ ഒരു ഭാഷാ നൈപുണ്യ പരീക്ഷ പാസ്സായ വ്യക്തി എന്നാണ്. അത്തരത്തിലുള്ള ഒരു ലോക്കൽ റെസിഡന്റിന് പ്രൈവറ്റ് സെക്ടറിലെ മാനേജറിയൽ ലെവലിൽ 50% സീറ്റും ലോവർ ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളിൽ 70% സീറ്റും നൽകാനാണ് ബില്ല് ശ്രമിക്കുന്നത്. ഈ ശതമാനക്കണക്കിൽ തന്നെ വലിയൊരു പിഴവ് നമുക്ക് കാണാൻ സാധിക്കും. 92ലെ സുപ്രീം കോടതി വിധി പ്രകാരം പരമാവധി 50% സീറ്റ് മാത്രമേ റിസർവേഷന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കൂ. 2019 EWS അമെൻമെന്റ് കൂടി ചേർത്താൽ ഇത് 60% ഇങ്ങനെ ഒരു വിധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി സ്റ്റേറ്റുകൾക്ക് സംവരണം കൊടുക്കാനുള്ള അവകാശം ഉപയോഗിച്ച് പല സംസ്ഥാന സർക്കാരുകളും മെറിറ്റിന്റെ ശതമാനം കുറയ്ക്കാറുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെന്റ് സെക്ടറിലുള്ള സംവരണത്തിന്റെ ശതമാനം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് നോക്കുമ്പോൾ വലിയ തോതിൽ മാറ്റങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സംവരണ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലോ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. വളരെ ലളിതമായി പറഞ്ഞാൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഇവിടെ പ്രധാന ഫാക്ടർ. കർണാടക സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു തരത്തിൽ ഇത് തന്നെയാണ്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ സംവരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കർണാടക സർക്കാരിന് വലിയൊരു തിരിച്ചടിയായേക്കാം. സംസ്ഥാനത്ത് പ്രൈവറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ ഇതൊരു കാരണമായേക്കാം. ഈ ബില്ല് ന്യായീകരിക്കാൻ ലോക്കൽ കന്നഡിഗാസിന് കൊടുക്കുന്ന സംവരണം അവകാശപ്പെട്ടത് തന്നെയാണെന്ന് കർണാടക സർക്കാർ വാദിക്കണം. അതായത് പ്രൈവറ്റ് സെക്ടർ കമ്പനികളിൽ ലോക്കൽ കന്നഡിഗാസിന് റെപ്രസെന്റേഷൻ കുറവാണെന്നും ആ റെപ്രസെന്റേഷൻ കുറയാനുള്ള കാരണം ഇത്തരം കമ്പനികളിൽ അവരോട് കാണിക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിവേചനമാണെന്നും തെളിയിക്കുന്ന പഠനങ്ങൾ അനിവാര്യമാണ്. എൻ്റെ അറിവിൽ ഇത്തരത്തിലുള്ള ഒരു തെളിവുകളും കർണാടക സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഇത് സംവരണത്തിന്റെ ദുരുപയോഗവും മറ്റുള്ളവരോട് കാണിക്കുന്ന വിവേചനവുമാണ്. 2019 ആന്ധ്രാപ്രദേശും 2020 ഹരിയാനയും 2023 ജാർഖണ്ഡും ഇതേ തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കോടതി ചലഞ്ച് ചെയ്തതുമാണ്. PRS ലെജിസ്ലേറ്റീവ് റിസർച്ചിന്റെ പ്രസിഡന്റ് MR മാധവൻ ഹിന്ദു ലേഖനത്തിൽ എഴുതിയ ചില പോയിന്റുകൾ ഇവിടെ വളരെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 4 നിയമകടമ്പകളാണ് ക്യാബിനറ്റ് ബില്ലിന് മറികടക്കാനുള്ളത്. ഒന്നാമതായി ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരമുള്ള
പ്രൈവറ്റ് സെക്ടർ കമ്പനികളുടെ ബിസിനസ് ചെയ്യാനുള്ള ഭരണഘടനാവകാശം ഈ ബില്ല് നിയന്ത്രിക്കുന്നുണ്ട്. 2. ആർട്ടിക്കിൾ 16 ക്ലോസ് 2 പ്രകാരം പ്ലേസ് ഓഫ് റെസിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്നത് ഭരണഘടന വിലക്കുന്നുണ്ട്. 3. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഡി ആൻഡ് ഡി പ്രകാരം എല്ലാ ഇന്ത്യൻ പൗരനും സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനും താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശമുണ്ട്. 4. ആർട്ടിക്കിൾ 14 ഓരോ ഇന്ത്യൻ പൗരനും വിഭാവന ചെയ്യുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി ഈ ബില്ല് ചലഞ്ച് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ അഫർമേറ്റീവ് ആക്ഷന്റെ മൂല്യങ്ങൾക്കോ സാമൂഹ്യ നീതിക്കോ തുല്യതയ്ക്കോ യാതൊരുവിധ വിലയും കൽപ്പിക്കാതെയാണ് കർണാടക ഗവൺമെന്റ് ബില്ല് പാസ്സാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, ശരിയായ രീതിയിലുള്ള സംവരണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സംവരണ വിരോധത്തിന് ഇത് കാരണമായേക്കാം. ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.